ഇത് വെറൈറ്റി സാധനമാണ്, ഇത് വെറൈറ്റി ടേസ്റ്റാണ്, വെറൈറ്റി സാധനമാണ്. എങ്ങനെ ഇരിക്കുമെന്ന് അറിയാമോ? എന്തെന്നെ ഇവിടെ കഴിക്കാം. കാറ്റായതുകൊണ്ട് എല്ലാം സ്ലോ മോഷൻ ആയിരിക്കും കേട്ടാ, പൊളിയായിരിക്കും. അപ്പോഴേ ഇന്നത്തെ സാധനം എന്തെന്നറിയാമോ? ക്യാപ്സിക്കം മുളകും ഈ ബുള്ളറ്റ് ഏരിയ മുളകുണ്ട്. ഈ രണ്ട് സാധനങ്ങൾ വെച്ചുള്ള പുളപ്പ് ചിക്കൻ പെരട്ടാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, മുട്ട പാറയാണ്, മുട്ട വെയിലാണ്, അടിപൊളി ലൊക്കേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പത്താങ്കല്ലിലാണ് നിൽക്കുന്നത്. പത്താങ്കല്ല് എന്ന് പറഞ്ഞാൽ നെടുമങ്ങാട് പത്താങ്കല്ല് അടിപൊളി സ്ഥലമാണ്, ഒരു നല്ല ഹൈറ്റിലുള്ള സ്ഥലമാണ്. ഇവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലവും ഇവിടെ ഈ ഭാഗത്തുള്ള എല്ലാ വീടുകളും എല്ലാം കാണാം, ഭയങ്കര രസമാണ്. ഇവിടെയാണ് ഈ പാറപ്പുറത്താണ് ഇന്ന് നിൻ്റെ കുക്കിംഗ്. ഇന്നത്തെ സംഭവം എന്തെന്നറിയാമല്ലോ? ഇന്നത്തെ സംഭവം സൂപ്പറായിട്ടുള്ള ഐറ്റങ്ങളെല്ലാം അത് ഇതൊക്കെയാണ് ഐറ്റങ്ങൾ. മുളകുകളുമായിട്ട് ഈ ഐറ്റം മാത്രമേ ഉള്ളൂ. പിന്നെ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മാത്രം, വേറെ ഒന്നുമില്ല. ചിക്കൻ പെരട്ട്, ബുള്ളറ്റ് മുളകും ക്യാപ്സിക്കം മുളകും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ സവാള പിന്നെ മല്ലിയില മല്ലിപ്പൊടി, ഇത്ര സാധനം വെച്ചുള്ള സാധനമാണ്. നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ തീ കത്തിച്ചിട്ടേക്കണ കാറ്റാണ്, അറിയാമല്ലോ, ഇവിടെയും കാറ്റാണ് നമ്മൾ പോണ സ്ഥലത്ത്. ഇവിടെ നമുക്ക് എന്തായാലും നോക്കാം. ചട്ടി അതിമനോഹരമായി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ അപ്പം നമ്മൾ ഒഴിക്കുകയാണ്. ഇതാ വെളിച്ചെണ്ണ ചൂടായി വരണം. അപ്പോഴേ എണ്ണ ചൂടായി, വേണ്ട സ്പൈസസ് ആയ സാധനങ്ങൾ അറിയാമല്ലോ. പട്ട, ഗ്രാമ്പു, ഏലം, തക്കോലം, പെരിഞ്ചീരകം മുന്നിലെടുക്കുകയാണ്. ഈ സാധനം ഞാൻ ചേർക്കാൻ പോവുകയാണ്. സംഭവം ചട്ടി നല്ല അടിപൊളിയായിട്ട് ചൂടായിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ അറിഞ്ഞില്ല, കാറ്റടിച്ചപ്പോൾ നല്ല തണുപ്പ് ഓടിച്ചു കാലിൻ്റെ അടി കൂടെ. ഇപ്പം ഇട്ടേ പറ്റുള്ളൂ. അലുമ്പാവും. എന്താ ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി, സവാള, അടുത്ത വെളുത്തുള്ളിയുടെയാണ് വെളുത്തുള്ളി, ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, പിന്നെ പച്ചമുളക് എന്ന് വെച്ചാൽ അറിയാമല്ലോ, ബുള്ളറ്റ് മുളകാണ്. ബുള്ളറ്റ് പോലെ പായും. തക്കാളി ഇട്ട് നമുക്കിനി ക്യാപ്സിക്കവും ഇതൊക്കെ ലാസ്റ്റിലാണ് ഇടേണ്ടത്, മനസ്സിലായോ? ഇതൊന്ന് കിടന്ന് എന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ ലേശം മഞ്ഞപ്പൊടി നമുക്ക് ഇടാം കേട്ടോ. ലേശം കളറൊന്ന് മാറിട്ട്, നമുക്ക് വേറെ പൊടികളൊന്നുമില്ല. മഞ്ഞപ്പൊടി, ലേശം മഞ്ഞപ്പൊടി, ലേശം ഉപ്പ്. ഈ സാധനം ഒന്ന് റെഡിയാകുമ്പോൾ ഇനി ചിക്കൻ നമ്മളിടും. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഇട്ടു? അതായത് മുളകുകൾ, അതായത് ബുള്ളറ്റ് മുളക്, വെളുത്തുള്ളി, ഇഞ്ചി, രണ്ട് നമ്മൾ തക്കാളി, അതേപോലെ ഉള്ളി, ചെറുതായിട്ട് കുനുകുനാ കൊത്തി അരിഞ്ഞ ഉള്ളി, ഇത്ര സാധനം ഇതിലിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിനി ചേർക്കാൻ പോണത് നമ്മളെ കോഴി. അപ്പോൾ അറിയാമല്ലോ, ഇതിൽ മുളക് പൊടിയേ ചേർക്കലില്ല, ലേശം മല്ലിപ്പൊടി ചേർക്കുന്നു. ഈ ബുള്ളറ്റ് മുളകിൻ്റെയും നമ്മളെ ക്യാപ്സിക്കത്തിൻ്റെയും ഒരു ഇടിയാണ് ഇവിടെ വന്ന് ഇടിക്കാൻ പോണത്. അതാണ് ബുള്ളറ്റ് ക്യാപ്സിക്കൻ ചിക്കൻ. ഓക്കെ, തള്ളട്ടാ. അപ്പോൾ സംഭവം ഈ മഞ്ഞയും ഈ ഉപ്പും വെളുത്തുള്ളിയും ഈ ഇഞ്ചിയും ഈ ബുള്ളറ്റ് മുളകും എല്ലാം കൂടെ കിടന്നൊരു പിടി അങ്ങ് പിടിക്കണം. അതിനാണ് ഞാൻ ഈ ചിക്കൻ എടുത്തിട്ടത്. കാരണം നമ്മൾ 2-3 മുതുക്ക് പീസ് ഇട്ടിട്ടുണ്ട്, കണ്ടല്ലോ. ഈ മുതുക്ക് പീസുകൾ വേഗം സമയം എടുക്കും. അപ്പോൾ നമ്മൾ ഇതിൽ കിടന്നൊന്ന് പിടിച്ചാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയാണ്. ഇനി നമ്മൾ ഒരു സാധനം ഇതിൽ ചേർക്കാൻ പോവുകയാണ്. കുറച്ച് നേരം കൂടെ കിടന്ന് പിടിച്ചാൽ കുറച്ചുകൂടെ നല്ലത്. പിടിച്ചതിന് ശേഷം ഒരു സാധനം ചേർക്കാൻ പോവുകയാണ്. അതാണ് നമ്മളെ മെയിൻ സാധനം. അപ്പോൾ സംഭവം കണ്ടല്ല, പാറപ്പുറത്താണ് ഇരിക്കണമെങ്കിലും ഇത് വേറൊരു ലെവൽ സാധനമാണ്. പുളക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കും ഞങ്ങ, പുളക്കും ഞങ്ങ, പിന്നെ ഈ വിഷം തിരിക്കുന്ന സമയത്ത് കഴിക്കും ഞങ്ങ. അപ്പോഴേ നമ്മളെ സാധനങ്ങൾ ഏകദേശം ഇതിൽ കിടന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി ലേശം ഉപ്പിൻ്റെ കുറവ് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട്. ഞാൻ നേരത്തെ നോക്കി, എന്നുകൂടെ നോക്കാം. പൊളിയെന്ന് വെച്ചാൽ ഉപ്പ് ലേശം കുറവുണ്ട്. ആ ഉപ്പ് നമുക്ക് ചേർക്കാം. ഒരു നുള്ളുപ്പ് ചേർക്കാം. പിന്നെ അതുപോലെ ഈ ഒരു സാധനം മാത്രമേ നമ്മൾ ചേർക്കുള്ളൂ. മല്ലിപ്പൊടി നിങ്ങൾ ചേർക്കുമ്പോൾ മല്ലി കുത്താത്ത രീതിയിൽ ചേർക്കുക. അളവ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് അളവ് പറയാനില്ല, ഓരോരുത്തരുടെ ടേസ്റ്റാണ്. മല്ലിപ്പൊടി കുത്തു വരാത്ത രീതിയിൽ മല്ലിപ്പൊടി ചേർക്കുക. മല്ലി പൊടിച്ചത് ഞാൻ വാങ്ങിച്ചാണ്, അതുകൊണ്ട് എഫക്റ്റ് കൂടുതലായിരിക്കും. മല്ലിപ്പൊടി ഈ എണ്ണയിൽ കിടന്ന് പച്ചച്ചവ മാറിയതിന് ശേഷം മാത്രമേ വെള്ളം ചേർക്കാവൂ. മല്ലിപ്പൊടിയുടെ പച്ചച്ചവ ഭയങ്കര കുത്തായിരിക്കും, അതറിയാമല്ലോ. മുളക് പൊടിയിലെ മല്ലിപ്പൊടിയിലേക്ക് പച്ചച്ചവ ഭയങ്കരമായ കുത്തായിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും
കുറച്ച് എണ്ണയിലിട്ട് ഇത് ഒന്ന് വറുത്ത്, അതായത് ഈ എണ്ണയിൽ തന്നെ ഇട്ട് വറക്കണത് കുറച്ച് നന്നായിരിക്കും. അതിനുശേഷം നമ്മൾ വെള്ളം ചേർക്കാം. പിന്നെ ഈ ചിക്കൻ കറി വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചൂടായിരിക്കുന്ന ചിക്കൻ കറിയിൽ ചൂട് വെള്ളം മാത്രമേ ഒഴിക്കാവൂ. ഈ മരത്തിൻ്റെ അകത്ത് ചൂടാക്കാനുള്ള മാർഗ്ഗമില്ല. അതുകൊണ്ട് നമ്മൾ പച്ചവെള്ളം ഒഴിക്കണം. ഓക്കെ, കുറച്ച് പച്ചവെള്ളം ഒഴിക്കുകയാണ് ലേശം. നമ്മൾ പുരട്ട് പോലെയാണ് വെക്കണം, ഒരുപാട് വേണ്ട. അപ്പോൾ നമ്മൾ അവസാനത്തെ പരിപാടിയായി ക്യാപ്സിക്കം ചേർക്കാൻ പോവുകയാണ്. നമ്മളെ മല്ലിയെല്ലാം ചേർക്കാൻ പോവുകയാണ്. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് നമുക്ക് കിടന്ന് പറ്റി റെഡിയായി ഈ ക്യാപ്സിക്കത്തിൻ്റെ എല്ലാം പിടിച്ച് വരുമ്പോൾ ഇത് പൊളപ്പം സാധനമായിരിക്കും. അപ്പോഴേ ഈ സംഭവത്തിൽ നമ്മൾ തേങ്ങാപ്പാലോ അണ്ടിപ്പരിപ്പോ ഒന്നും ചേർക്കില്ല, അറിയാമല്ല. പക്ഷേ ഇത് വെറൈറ്റി സാധനമാണ്. ഇത് വെറൈറ്റി ടേസ്റ്റാണ്, വെറൈറ്റി സാധനമാണ്. എങ്ങനെ ഇരിക്കുമെന്ന് അറിയാമോ? ഇത് നിങ്ങൾ ട്രൈ നോക്കണം. ഈ പീസ് ഇത്രയും വലുതാക്കല്. അവനെ പറഞ്ഞാണ് ചെറിയ പീസാക്കാൻ. വലുത് ഇവിടെ വന്ന് തുറന്നു നോക്കിയാൽ ഇവിടെ വലിയ മുതുക്ക് പീസ്. ഞാൻ തിരിയും, അതാണ് ഇതിൻ്റെ ഇതിൽ പറ്റിയത്. പക്ഷേ പീസ് ചെറുതാക്കിയാൽ സൂപ്പറായിരിക്കും. ഇത്രയും വലിയ പീസ് നിങ്ങളാക്കല്. ഇത് നിങ്ങൾ വെച്ച് നോക്കണം. ക്യാപ്സിക്കവും ബുള്ളറ്റ് മുളകും ബാക്കിയുള്ള സാധനങ്ങൾ കണ്ടല്ലോ, ഇത് അടിപൊളിയാണ്. എന്തിൻ്റെ കൂടെ കഴിക്കാം. അപ്പോഴേ സംഭവം റെഡിയായിട്ടുണ്ട്. കാലൊക്കെ വിട്ട് വലിയ മുതുക്ക് കാലെല്ലാം വിട്ട് റെഡിയായിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. ലേശം ഗരം മസാല ചേർക്കണം, ലേശം ഗരം മസാല. അതാ ഫൈനൽ ടച്ചാണ്. ശക്കലാട്ടിയ വെളിച്ചെണ്ണ അല്ല, നമ്മുടെ നാട്ടിലുള്ള വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണ്.